ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പ്രതികൂലമായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ആസൂത്രണത്തിന് CPM പദ്ധതി. ജയസാധ്യതയില്ലാത്ത സിറ്റിംഗ് MLA-മാരെ ടേം നോക്കാതെ മാറ്റാനാണ് പാർട്ടി തീരുമാനം. പുതിയ തീരുമാനപ്രകാരം ആലപ്പുഴ ജില്ലയിൽ 3 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ലഭിക്കില്ല എന്നാണ് സൂചന. സുധീഷ് ഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ CPM എന്തെല്ലാം പദ്ധതികളാണ് തയ്യാറാക്കുന്നത്? നമുക്കറിയാം CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു, പക്ഷേ പിന്നീട് കനത്ത വിഭാഗീയത നേരിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നേരിട്ട കനത്ത പരാജയങ്ങളെ മറികടക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് ഇപ്പോൾ CPM ജില്ലയിൽ ശ്രമിക്കുന്നത്? യോണി, കൃത്യമായ അവലോകനമാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇതിലെല്ലാം തന്നെ ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് പരിശോധിക്കുമ്പോൾ വലിയ തിരിച്ചടി. ഇപ്പോൾ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകളിൽ BJP ഭരണം നേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റ് 3 പഞ്ചായത്തുകളിൽ പ്രധാന പ്രതിപക്ഷം BJP ആവുന്ന ഒരു സാഹചര്യമുണ്ട്. ചെങ്ങന്നൂർ നഗരസഭയിലും ഈ രീതിയിൽ വലിയ മുന്നേറ്റം BJP നടത്തുമ്പോൾ ഏറ്റവും തിരിച്ചടി നേരിട്ടത് CPM-നും LDF-നുമാണ്. ഇതേ സാഹചര്യമാണ് ആലപ്പുഴയായാലും അമ്പലപ്പുഴ, കായംകുളം മേഖലകളിലൊക്കെ തന്നെയും അരൂർ മേഖല, ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെയും വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും വലിയത് പിന്നോക്കം പോയി എന്ന് പാർട്ടി വിലയിരുത്തുന്നത് ചെങ്ങന്നൂർ, അതോടൊപ്പം തന്നെ കായംകുളം, അതോടൊപ്പം അമ്പലപ്പുഴ, അരൂർ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് സമാനമായി തന്നെ കുട്ടനാടുമുണ്ട്. കുട്ടനാട്ടിൽ പിന്നെ ഘടകകക്ഷിയാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ തിരിച്ചടിയിൽ MLA കുറ്റം പറയുന്നതിൽ CPM-ന്റെ ഒരു MLA അല്ല എന്നുള്ള ഒരു ന്യായീകരണമുണ്ട്. എന്നിരുന്നാൽ തന്നെയും കുട്ടനാടും വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടതാണ്. അവിടെ ഘടകകക്ഷികളുമായും വലിയ ഭിന്നിപ്പ് നിൽക്കുന്നു. ഇതെല്ലാം പരിഹരിക്കണം എന്നുള്ളതാണ് പ്രാഥമികമായ ഇവരുടെ ഒരു കണക്കുകൂട്ടൽ. എന്നിരുന്നാൽ തന്നെയും ഇതിൽ കൂടുതൽ നിലവിലുള്ള MLA-മാർ അവർ ആ മണ്ഡലത്തിലുള്ള അവരുടെ സ്വീകാര്യത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ടർമാരിൽ അവർ ചെലുത്തിയിട്ടുള്ള സ്വാധീനം, മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള അവരുടെ ബന്ധം, ഇത് എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ 3ഇടത്ത് അത്തരമൊരു കൂട്ടിയോജിപ്പിച്ച് പാർട്ടി സംവിധാനത്തെ കൊണ്ടുപോകാനും ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുമുള്ള ശ്രമം ചില MLA-മാരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് പാർട്ടിക്കുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കായംകുളം, അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ, അരൂർ മണ്ഡലങ്ങളിലെ നിലവിലെ സിറ്റിംഗ് MLA-മാരെ മാറ്റാനുള്ള ഒരു ആലോചനയാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അതിൽ കായംകുളം MLA പ്രതിഭ 2 ടേം കഴിഞ്ഞതാണ്. സ്വാഭാവികമായും അവരെ പാർട്ടിയുടെ പുതിയ തീരുമാനപ്രകാരം അവർ മാറ്റപ്പെടേണ്ടതാണ്. മറ്റ് 2 പേരും ഓരോ തവണ മാത്രം മത്സരിച്ച് വിജയിച്ചവരാണ്. അവരെയും മാറ്റി വിജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന ഒരു ആലോചനയിലേക്കാണ് പാർട്ടി നീങ്ങുന്നത്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ടേം നോക്കാതെ വിജയസാധ്യത ഇല്ലാത്ത MLA-മാരെ മാറ്റി മറ്റ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് പാർട്ടി കിടക്കുന്നത്. ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ ജാതി മത സമവാക്യങ്ങൾ അത് നിലനിർത്തി പോകണം എന്ന ഒരു നിർദ്ദേശവുമുണ്ട്. കാരണം മറ്റ് ജാതി ആരെയാണോ മാറ്റുന്നത് അവരുടെ സമാന ജാതിയിൽ മറ്റ് ജില്ലയിൽ ഒരാളെങ്കിലും മത്സരിക്കാൻ ഉണ്ടാകണം എന്ന ഒരു തീരുമാനവും പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ കുട്ടനാട്ടിലെ വലിയ തോൽവി, അത് കൈനഗരി എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ആദ്യമായാണ് CPM-ന് ഭരണം നഷ്ടപ്പെടുന്നത്. അത്തരം പഞ്ചായത്തുകളിൽ അവിടെ UDF വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പാർട്ടിയുടെ പോരായ്മയാണ്. അതോടൊപ്പം തന്നെ MLA-യുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മയും ബാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ കുട്ടനാട്ടിൽ ഘടകകക്ഷി തോമസ് കെ തോമസ് ഇനി മത്സരിച്ചാൽ ജയിക്കില്ല എന്ന ഒരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അങ്ങനെ വന്നാൽ പാർട്ടി ആ സീറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു ആലോചനയുണ്ട്. നേരത്തെ അങ്ങനെ ഒരു ആലോചന വേണ്ട, ഘടകകക്ഷികളുടെ സീറ്റ് ഒന്നും ഏറ്റെടുക്കേണ്ട എന്ന് പാർട്ടി തീരുമാനമുള്ളതായി മുഖ്യമന്ത്രി തന്നെ ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിലൊരു പുനർചിന്തനത്തിനും ഇപ്പോൾ കളമൊരുങ്ങുകയാണ്. ഇതേ സാഹചര്യത്തിൽ ചെങ്ങന്നൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ പിന്നോക്കം പോയി എങ്കിൽ പോലും അവിടെ സജി ചെറിയാൻ വിജയിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെയും ഈ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പുനർചിന്തനത്തിനാണ് ഇപ്പോൾ പാർട്ടി നീങ്ങുന്നത്. അത് വലിയ രീതിയിൽ വിഭാഗീയത രൂക്ഷമാക്കാനും കാരണമാകും എന്ന സാധ്യത നിലനിൽക്കുന്ന അമ്പലപ്പുഴയിലൊക്കെ ഇപ്പോൾ തന്നെ വലിയ വിഭാഗീയതയാണ് നിലനിൽക്കുന്നത്. അത് വീണ്ടും രൂക്ഷമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ സലാം, അതോടൊപ്പം തന്നെ അരൂരിൽ ദലീമ, അതോടൊപ്പം കായംകുളത്ത് പ്രതിഭ ഇവർ മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന ഒരു വിലയിരുത്തലിലാണ് പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ളതും. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.